വെറുപ്പിന്റെ രാഷ്ട്രീയ തുരുത്തുപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ പാണക്കാടിന്റെ സ്നേഹതീരത്തെത്തി. രാവിലെ 8:30 പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിലെത്തിയത്. സ്നേഹത്തിന്റെ കട തുറക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച സന്ദീപ് വാര്യർക്ക് ഹൃദ്യമായ വരവേൽപ്പാണ് പാണക്കാട് ഒരുക്കിയത്. പാണക്കാട്ടെ കൂടിക്കാഴ്ച 45 മിനിറ്റോളം നീണ്ടുനിന്നു. മാനവിക മതേതര രാഷ്ട്രീയവും സൌഹാർദ്ദവുമെല്ലാം ചർച്ചയായി. സന്ദീപ് വാര്യരുടെ മാറ്റം വളരെ സന്തോഷത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ കാലത്തെ നിലപാടുകൾ തള്ളിക്കളഞ്ഞ് മതേതരത്വത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും രാഷ്ട്രീയ ഭൂമിയിലേക്കാണ് അദ്ദേഹം കടന്നുവന്നിരിക്കുന്നത്. ഈ കടന്നുവരവ് ആസ്വദിക്കുകയാണ് ജനാധിപത്യ മതേതര വിശ്വാസികൾ ചെയ്യേണ്ടതെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിലപാടുകളൊക്കെ മാറ്റി മതേതരത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഭൂമി രാഷ്ട്രീയ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ പാരമ്പര്യമായിട്ടൊക്കെ അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടെന്ന് പറയുകയുണ്ടായിരുന്നു. അതിനായിട്ട് എടുക്കാനാണ് അദ്ദേഹം ക്ഷേത്രങ്ങളൊക്കെ തന്നെ കണ്ട പരിചയമുണ്ട്. ആഴ്ചയിലൊക്കെ ഒരു ബന്ധം ഒക്കെ ഇവിടെ കടന്നു വന്നതോടുകൂടി ഞങ്ങളത് കൂടുതൽ ആസ്വദിക്കുകയാണ്. എല്ലാ ആശംസകളും വിജയങ്ങളും നേടും. മതനിരപേക്ഷതയുടെയും മാനവ സൌഹാർദ്ദത്തിന്റെയും സംസ്കാരം ഇന്ത്യയിൽ വ്യാപകമാക്കിയതിൽ കൊടപ്പനക്കൽ തറവാടിന്റെ വലിയൊരു പ്രയത്നമുണ്ടെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. ആദ്യമായി ഇവിടെ വരാൻ കഴിഞ്ഞുവെന്നതിൽ അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട്. ബിജെപിയുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന സമയത്ത് ഹൃദയവേദനയുണ്ടായ ആളുകൾക്ക് ആശ്വാസമാകാൻ ഈ വരവ് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്നുള്ള രാഷ്ട്രീയ പ്രയാണത്തിലും ഈ കുടുംബത്തിന്റെ സ്നേഹവും അനുഗ്രഹവും ആവശ്യമുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെപ്പോലെ ഉന്നതമായ അധികാരസ്ഥാനത്തിരുന്നയാൾ ആളുകളോട് ഇടപെടുന്നത് എന്റെ പഴയ പാർട്ടിയിലെ ആളുകൾ കണ്ടു പഠിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുകയാണ്. സന്ദീപ് വാര്യർക്ക് വലിയ കസേര കിട്ടട്ടെയെന്നാണ് അവർ കളിയാക്കിയത്. സാദിഖ് അലി തങ്ങളുടെ സമീപത്തിൽ ലഭിച്ച കസേര വലിയ കാര്യം തന്നെയാണ്. സിപിഎം ബിജെപി സംയുക്ത ഇന്നോവ തന്നെ കൊല ചെയ്യാനെത്തുമോ എന്ന ഭയമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയവും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പും ഇക്കൂട്ടർ ഒന്നിച്ചു തന്നെയാണ് നടത്തുന്നത്. ഒരേ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആക്ഷേപങ്ങളാണ് ഇരുകൂട്ടരും എനിക്കെതിരെ ഉന്നയിക്കുന്നത്. ബിജെപിയിൽ നിന്നും ആരെയെങ്കിലും പിളർത്തിക്കൊണ്ടുവരാനല്ല കോൺഗ്രസിലേക്ക് വന്നത്. അതേസമയം ബിജെപിയിൽ അസംതൃപ്തരായ നിരവധി ആളുകളുണ്ട്. അവർ ഇന്നലെ വിളിച്ചു വിഷമം പങ്കുവച്ചിരുന്നു. സന്ദീപ് കൂട്ടിച്ചേർത്തു. ഞാനിപ്പോ ഭയക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നോവ അയക്കുന്നത് സിപിഎമ്മും ബിജെപിയും ചേർന്നിട്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു സിപിഎം ബിജെപി സംയുക്ത ഇന്നോവ എന്നെ കൊല്ലാൻ വേണ്ടി അയക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ആ ഇന്നോവ ഒരുപക്ഷെ ഡ്രൈവ് ചെയ്യുന്നത് എം വി രാജേഷ് ആണെങ്കിൽ ആ ഇന്നോവയ്ക്കകത്ത് എനിക്കെതിരെയുള്ള കൊട്ടേഷനുമായി വരുന്നത് ചിലപ്പോൾ സുരേന്ദ്രനായിരിക്കാം. അപ്പൊ ഈ രണ്ടു കൂട്ടരും ഒരുമിച്ചാണല്ലോ ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പും അതുപോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സിപിഎം ബിജെപി സംയുക്ത ഇന്നോവ പരിപാടി എന്റെ നെറുക്കെടുക്കുന്നുണ്ടെന്നാണ് ഇന്നലത്തെ പ്രതിബന്ധം എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ രണ്ടു കൂട്ടരും ഒരുപോലെയാണ് എനിക്കെതിരെ ഒരേ ആക്ഷേപങ്ങളാണ്, ഒരേ ഫാക്ടറിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ആക്ഷേപങ്ങളാണ് എനിക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സയാമി ചരിത്രങ്ങളെ പോലെ ആക്ഷേപിക്കാൻ കഴിയുന്നത്? കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്, പാലക്കാട്ടെ വോട്ടർമാർ കാണുന്നുണ്ട്. എനിക്കെതിരെ എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും ആ ആക്ഷേപങ്ങളൊക്കെ തിരിച്ച് അവരിൽ തന്നെയാണ് ചെന്ന് പതിക്കാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ UDFന്റെ ഭാഗമായി മാറിയിട്ടുള്ളത്, കോൺഗ്രസിന്റെ ഭാഗമായി മാറിയിട്ടുള്ളത് ഒരു കൺവിഷനോട് കൂടിയിട്ടാണ്. ഏതെങ്കിലും തരത്തിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിൽ ഇവരെ ആക്ഷേപിക്കുന്നത് പോലെ ഏതെങ്കിലും ഓഫറിന്റെ ഭാഗമായിട്ട് പോകാനാണെങ്കിൽ ഓഫർ നൽകാൻ കഴിയുന്നവരെടുത്ത് പോകാമായിരുന്നല്ലോ. ഞാൻ UDFിലേക്ക് വരുന്ന സമയത്ത് UDFന് കേരളത്തിൽ ഭരണമില്ല, കോൺഗ്രസിന് രാജ്യത്ത് ഭരണമില്ല. അങ്ങനെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് കടന്നു വരികയാണ് ചെയ്ത്. തെരഞ്ഞെടുപ്പിന് മുൻപല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ അവസരങ്ങളോ കാര്യങ്ങളോ ഒക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് ആ രീതിയിലാണ് പ്രതീക്ഷിക്കാമായിരുന്നു. ബിജെപിയാണ് അവസാന അഭയകേന്ദ്രമെന്ന ചിന്താഗതിക്കാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിലൂടെ അവസാനമായിരിക്കുന്നതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇനി കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ഉയിർത്തെഴുന്നേൽപ്പിന്റെ കാലമാണ്. അതിന്റെ തുടക്കം കേരളത്തിൽ നിന്നാണ്. സന്ദീപ് വരവ് ദേശീയമായി തന്നെ പ്രാധാന്യമുള്ളതാണെന്നും വിഭാഗീയമായ മനം അടുത്തുവെന്നത് സ്വാഗതം ചെയ്യണമെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. എല്ലാ ജനവിഭാഗങ്ങളും ഇപ്പോൾ ഇവിടെ വന്ന് നാളെ UDFന്റെ എല്ലാ ലീഡേഴ്സിനെയും ശ്രീ സന്ദീപ് വാര്യർ കാണും. അവിടെ ബിഷപ്പ്മാരും അതുപോലെ തന്നെ മതപണ്ഡിതന്മാരെല്ലാവരും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു കൾച്ചർ ജീവിതം വേണം എന്നുള്ളതാണ്. ഒരു വളരെ വിഭാഗീയമായ തരത്തിൽ പോകുന്നതിനോട് താല്പര്യമില്ല, അത് മനം മടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞത്. അതാണ് നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ഏറ്റവും വലിയ വശം. അതാണ് ഇതിന്റെ ഒരു മാനുഷിക വശം, മാനവിക വശം. പി കെ കുഞ്ഞാലിക്കുട്ടി, സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, പി കെ ഫിറോസ്, അഡ്വക്കേറ്റ് UL ലത്തീഫ് MLA, N ശംസുദ്ദീൻ MLA, നജീബ് കാന്തപുരം MLA,
നാലകത്ത് സുപ്പി, മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ സിദ്ദീഖ്, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് പി എം മുസ്തഫ തങ്ങൾ എന്നിവർ സന്നിധരായിരുന്നു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.